ഹലോ ഗൈസ്, നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടര ആഴ്ചയായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ട്. വേറെ കാരണമൊന്നുമല്ല, നമ്മുടെ യൂട്യൂബിൻ്റെ സെർവർ കുറച്ച് കംപ്ലൈൻറ്റ് ആയിരുന്നു. അപ്പോൾ അവർ മെയിലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ നമുക്ക് മെയിൽ അയക്കും. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സെർവർ കംപ്ലൈൻ്റ് ആണ്, അവർക്ക് ചെറിയ ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് അവരുടെ സെർവറിന്. അത് നമുക്കറിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ സെർവർ കംപ്ലൈൻ്റ് ആയ കാരണമാണ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ അവർക്ക് ഇന്നൊരു വീഡിയോ ഞാൻ ചെയ്യണം. അപ്പോൾ അവരുടെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അപ്ലോഡിങ്ങിനൊന്നും പ്രശ്നമില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് സാധനമാണ് നമുക്ക് അൺബോക്സ് ചെയ്യേണ്ടതെന്ന് നോക്കട്ടെ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത ഒരു സെബ്രോണിക്കിൻ്റെ ഒരു സ്പീക്കറാണ്, സ്പിരിറ്റ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 653 രൂപയാണ് ഇതിൻ്റെ വില പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് ആ സ്പീക്കർ. അപ്പോൾ ഞാൻ മുമ്പ് മുറിച്ചതാണ്. ഇത് കിട്ടിയപ്പോൾ നമുക്ക് സാധനം കാണണമല്ലോ. എന്നിട്ട് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് തുറന്നു നോക്കി അത്രമാത്രം, വേറെ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ അൺബോക്സിങ്ങിൻ്റെ തുറന്നു. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ആവശ്യമില്ല കളയാം. നമ്മുടെ സ്പീക്കറിൻ്റെ പെട്ടി ഇവിടെ നമ്മുടെ ഋതിക് റോഷനൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഇത് നവംബർ 2019 സിബ്രോണിക് സ്പീക്കേഴ്സ് എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ 5 വോൾട്ട് ബാറ്ററിയില്ല, കറണ്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സെബ്രോണിക് ഇവിടെ മേലെ 2.0 മൾട്ടിമീഡിയ സ്പീക്കർ സ്പിരിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ സെബ്രോണിക് ഓൾവേസ് ഹെഡ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അടിയിലൊന്നുമില്ല. ഇതാണ് എൻ്റെ പുറമത്തെ ഒരിത്. ഇവിടെ ചെറുതൊരു ഡാമേജ് ഒക്കെ പറ്റിയിട്ടുണ്ട് എൻ്റെ ബോക്സിന്. സീനില്ല, വിട്ടളയാം. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഇത് വന്നിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്പീക്കർ ഒന്ന് എടുത്തു നോക്കാം. ഇങ്ങനെ വരും അവ. ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് വന്നത്. പെട്ടിയിൽ വേറെ ഒന്നും ഇല്ല കാര്യമായിട്ട്, അതൊക്കെ മാറ്റാം. ഇതാണ് നമ്മുടെ സ്പീക്കർ. ഇത് നമ്മുടെ സാധാരണ സ്പീക്കർ പോലെ കറണ്ടിൽ കുത്തി ചെയ്യുന്നില്ല. ഇത് ഒന്നെങ്കിൽ USB പോർട്ടിൽ നമ്മൾ ഇത് കമ്പ്യൂട്ടർ സ്പീക്കേഴ്സാണ്, ഡെസ്ക്ടോപ്പിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് അതിൻ്റെ OIC കേബിളും ഇത് നമ്മുടെ USB കേബിളാണ്. ഈ കേബിള് നമ്മൾ നേരിട്ട് ആ CPU കുത്തിയിട്ട് വേണം ഇതിൽ കറണ്ട് എടുക്കാനായിട്ട്. നമുക്കപ്പോൾ ഈ സ്പീക്കർ നേരിട്ട് കറണ്ടിലൊന്നും കുത്താൻ പറ്റില്ല. അത് നമുക്ക് തുറന്നു നോക്കിയാലോ. നമ്മുടെ സ്പീക്കർ ഇതേ മാറ്റുണ്ട്. ഇതേ നമ്മുടെ അടിപൊളി സ്പീക്കറാണ്. നൈസ്, അടിപൊളി സ്പീക്കറാണ്. ഇവിടെ വോളിയം ഇവിടെ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇവിടെ പവർ ഓൺ ഓഫ്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഇവിടെ ഒരു ലൈറ്റ് കത്തും ഓണാക്കുമ്പോൾ. പിന്നിലൊന്നുമില്ല, പിന്നിലൊന്നും പ്രത്യേകിച്ചില്ല. ഇത് സാധാ സ്പീക്കറാണ്, അധികം ബാസോ അല്ലെങ്കിൽ സബോ അങ്ങനെയൊന്നുമില്ല. വെറുതെ ഒരു സെബ്രോണിക് ഡെസ്ക്ടോപ്പ് സ്പീക്കറാണിത്. നമുക്ക് തന്നെ വർക്ക് ആവുന്നുണ്ടോ നോക്കണ്ടേ. കമോൺ. ഇവിടെ വെച്ചിട്ടുണ്ട്.
സ്പീക്കറാണ്. ഈ ഒരു തുച്ഛമായ വിലയിൽ അടിപൊളി സ്പീക്കറാണ് സെബ്രോണിക്കിൻ്റെ 2.0 മൾട്ടിമീഡിയ സ്പീക്കർ എന്ന് പറയുന്നത്. നൈസായിട്ട് ആർക്ക് ഇപ്പോൾ ഒരു വെറും എൻ്റെ ശരിക്കുള്ള പ്രൈസ് എന്ന് പറയുന്നത് 1575 രൂപ ഓഫറിൽ വന്നിട്ടാണ് എനിക്കിത് കിട്ടിയത്. നല്ല സൗണ്ട് ക്വാളിറ്റിയും അതേപോലെ തന്നെ നല്ല അടിപൊളി ഇതാണ് സംഭവമാണ് ആ സ്പീക്കറിന് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം. അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് ഇനി അൺബോക്സിങ് വീഡിയോസൊക്കെ ഇനിയുണ്ട് വരാൻ. അപ്പോൾ ഇനി അടുത്തുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ